രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ഗൈസ് കുറെ ആൾക്കാരൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ ഇട്ടിട്ട് ഇത്ര രൂപയിലും ഉണ്ടാക്കുമെന്ന്. 5 ദിവസം കൊണ്ട് നമ്മൾ 1 ലക്ഷം രൂപ ക്യാപിറ്റലിൽ വെച്ചിട്ട് 5 ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ കാണുമെന്ന് നമ്മുടെ ലൈഫ് സെറ്റ് ആക്കണം, വീട്ടുകാരെയൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ട് വെക്കണം, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം, അല്ലെങ്കിൽ ഈ മാസത്തെ EMI എങ്ങനെയെങ്കിലും ഒക്കെ അടക്കണം, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആഗ്രഹങ്ങൾ വരുമ്പോൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഗൈസ് എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര ഫിനാൻഷ്യലി കുറേ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ പഠിക്കാൻ പോലും പറ്റിയില്ലെന്നിരിക്കും. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണണം, കാരണം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് അങ്ങ് ചേഞ്ച് ചെയ്താക്കാം. കാരണം എന്റെ ലൈഫ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ലൈഫിൽ ഒരു സംഭവം നടക്കുമ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഇത്രയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, ഇല്ലാത്തവർ കാണേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ സ്റ്റോറി എവിടുന്നാണ് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 or 9 months ബാക്ക് ആണ്. വേറെ ഒന്നല്ല, അപ്പോഴാണ് ഞാൻ യൂട്യൂബിലോട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തത്. ഓക്കെ, ആ സമയം തൊട്ട് ഞാൻ വീഡിയോസ് ഒന്നും അധികം ആക്റ്റീവ് അല്ലായിരുന്നു, യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു. ഞാൻ അങ്ങ് കംപ്ലീറ്റ്ലി ഗായബ്, അല്ലെങ്കിൽ ഞാൻ ഗോസ്റ്റ് ചെയ്തായിരുന്നു. യൂട്യൂബ് എൻ്റെ വീഡിയോസേ വരുന്നില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിന് വല്ല വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, ഒരിടക്ക് ഭയങ്കര വ്യൂസ് ആയിരുന്നു. കാരണം വേറെ ഒന്നുമല്ല ഗൈസ്, യൂട്യൂബിൻ്റെ അൽഗോരിതം റൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോ ഇടുമ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും. വോളിയം ഉണ്ടെങ്കിൽ ആൾക്കാരിലോട്ട് എത്തും, അങ്ങനെയാണ് അതിൻ്റെ അൽഗോരിതം. അപ്പം ഞാനൊക്കെ വല്ല ആണ്ടിനും സംക്രാന്തിക്കൊക്കെ വീഡിയോ ഒക്കെ എടുത്തുള്ളൂ ആ സമയത്ത്. അതായത് ഞാൻ പറഞ്ഞില്ല വലിയൊരു ബ്രേക്ക് എടുത്തത്. അപ്പം അതുകൊണ്ട് എൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ പോയി. കാരണം നമ്മൾ എപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാലേ ആൾക്കാരിലോട്ട് എത്തത്തുള്ളൂ, അപ്പോഴാണ് നമ്മൾ ലൈവായിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ബ്രേക്ക് എടുത്തായിരുന്നു. ബ്രേക്ക് എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല ഗൈസ്, ഭയങ്കര വലിയ ആളൊന്നുമല്ല ഉപദേശിക്കുക. എന്നാലും നിങ്ങളോട് ഒരു കാര്യം പറയാം, വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു വിലയുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പൈസയും ഒരു കോപ്പും ഇല്ലെങ്കിൽ നമുക്കൊരു വിലയും കാണത്തില്ല, ഒരു മൈലും ഇല്ല. അത് ഞാൻ ഉള്ളൊരു കാര്യമാണ്. എപ്പോഴും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് സ്റ്റിക്ക് ഓൺ ചെയ്താൽ അതിൽ നിന്ന് മാത്രം പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ നമുക്ക് ഇത്രൂടെ പൈസ വേണ്ടി വരിക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അത് ഹോസ്പിറ്റൽ കേസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേസ് ആകാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും കേസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇത്രൂടെ നമുക്ക് പൈസ വേണമെന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറ്റൊരു ജോബ് അല്ലെങ്കിൽ ഒറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം കൊണ്ട് നടക്കത്തില്ല. അപ്പോഴാണ് നമ്മൾ ഇടപെടലെ മൂഞ്ചാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, എപ്പോഴും ഒരു വരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കലും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം വേണം. അത് ബിസിനസ് ആകാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബി രീതിക്ക് എന്തെങ്കിലും പൈസ കിട്ടണമാകാം, എന്ത് വേണമെങ്കിലും ആകാം. അത് നിങ്ങൾ എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവസ്ഥയാവും നിങ്ങളുടെ. അതെന്ന് പറഞ്ഞാൽ വേറെ ശോക അവസ്ഥയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനൊരു ബ്രേക്ക് എടുക്കാൻ കാരണം തന്നെ വേറെ ഒന്നുമില്ല, എനിക്കാകെ യൂട്യൂബ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എനിക്ക് യൂട്യൂബ് കൊണ്ട് മാത്രമേ എനിക്ക് പൈസ കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ വേറെ ഒന്നും അറിയത്തില്ല. പിന്നെ അപ്പുറത്തെ റൂംസ് കാര്യങ്ങളൊക്കെ ഭാഗ്യത്തിന് ഞാൻ യൂട്യൂബിൻ്റെ സമയത്ത് എനിക്ക് പൈസ കിട്ടിയ സമയത്ത് ഞാൻ അപ്പുറത്തെ റൂമും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, 8 റൂംസൊക്കെ ഉണ്ട്. അപ്പോൾ കലൂർ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആലപ്പുഴ വരുവാണെങ്കിൽ ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്യാം, പൈസ ഒന്നും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് അവിടെ നമുക്കൊരു സൈഡ് റവന്യൂ കിട്ടുന്നുണ്ട്. എന്നാലും പോരെന്നേ, എൻ്റെ ഒരു ചിലവ് വെച്ചിട്ട് അതൊന്നും പോരാ. കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരിടക്ക് മാസീവായിട്ടുള്ള പൈസ വരുമ്പോൾ നമുക്ക് അതേപോലത്തെ ചിലവുകളാണ്. ഓക്കെ, മനസ്സിലായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ കളിച്ചാലും ഒരു മാസം ഒരു 2-3 ലക്ഷം രൂപ എങ്കിലും വേണമെന്ന് എന്ന് പറഞ്ഞാൽ EMIയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എല്ലാ മാസവും വേണം എനിക്ക്. അപ്പം അതാണ് സംഭവം. അപ്പം അത് ഒരിടക്ക് യൂട്യൂബിൻ്റെ വ്യൂസൊക്കെ എനിക്ക് ഇടിയാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഓക്കെ, ഞാൻ ഹോണസ്റ്റായിട്ട് ഞാൻ പറയാം, നമുക്ക് ഇപ്പോൾ ബെറ്റിംഗ് ആപ്പും അതുപോലെ തന്നെ കുറേ പ്രൊമോഷൻസും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരിടക്ക് വെച്ച് ഇപ്പോൾ 1 വർഷം എങ്ങാണ്ടായി അത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ മേജർ സോഴ്സ് ഓഫ് ഇൻകം നമ്മുടെ കട്ടായിരുന്നു. കാരണം അതിൽ നിന്നൊക്കെ നല്ല പൈസ കിട്ടുമായിരുന്നു. അത് ചെയ്യണത് തെറ്റാണെന്ന് ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോബ് എന്തോ, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പം ഞാനത് എൻ്റെ ലൈഫിൽ സാധനം കാണിക്കും, അല്ലാണ്ട് ഞാൻ പ്രൊമോട്ടിങ് ചെയ്യാറുണ്ട്, ഞാൻ അഡ്വർടൈസിങ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും സീനായിട്ടുള്ള സാധനമാണെങ്കിൽ നമ്മൾ താഴത്ത് പറയും ഇത് പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഇപ്പം എന്തുവാ ഗവൺമെൻറ് സിഗരറ്റും കള്ളും മദ്യമൊക്കെ ഇറക്കുന്നത്, എന്നിട്ട് അവർ കുടിക്കല്ലോ എന്ന് പറയുന്നുണ്ട്, എന്നിട്ട് ഇറക്കുന്നുണ്ട്. അവർ അവരുടെ ജോലി ചെയ്യുന്നത്, അതുപോലെ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇത് കൊള്ളത്തില്ലെന്ന് പറയുന്നത് പെയ്ഡ് പ്രൊമോഷനാണ്. പക്ഷേ എൻ്റെ ഒരു ജോലി അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് ന്യായീകരിക്കാനൊന്നും പോകണമെന്നില്ല. അപ്പോൾ
അങ്ങനത്തെ പ്രൊമോഷനും കാര്യങ്ങളും കട്ടായപ്പോൾ തന്നെ നമ്മുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടല്ലോ അത് കട്ടായി. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കണമല്ലോ. അപ്പം ഞാൻ അവിടുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ എനിക്ക് കിട്ടിയൊരു സംഭവമാണ് ട്രേഡിങ്. സത്യം പറയാമല്ലോ, സംഭവം വിഷയമാണ്. എന്നാൽ ലൈഫ് തന്നെ നമ്മളെ വട്ടത്തി മൂഞ്ചിക്കാൻ പറ്റുന്ന സാധനമാണ് ട്രേഡിങ്. ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനോർത്ത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പഠിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടൈം കൊടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 6-8 മാസം ഇങ്ങനെ ടൈം എടുത്തിരിക്കുമായിരുന്നു. അന്നും പറഞ്ഞിട്ട് ഞാൻ വേറെ കോഴ്സ് പഠിക്കാൻ അങ്ങനെയൊന്നും പോയില്ല. എൻ്റെ ഒരു മെൻറ്ററുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിക്കാരൻ പോലീസിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ട്രേഡൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ടൂളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് പറഞ്ഞു തന്നാ സിമ്പിളാണ് സംഭവം, ഇത് വെച്ച് നോക്കി ഇത് ചെയ്ത് പഠിച്ച് ഇതുകൊണ്ട് ചെയ്താൽ മതി. ഞാൻ അതുകൊണ്ട് വേറെ കുറേ ആൾക്കാരൊക്കെ ട്രേഡിങ്ങിന് കോഴ്സ് കൊടുത്തും 10,000-50,000 1,00,000 രൂപയൊക്കെ കോഴ്സ് കൊടുത്തൊക്കെ പഠിച്ച് എന്നിട്ടും പൈസയൊക്കെ കളയാറ് ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് പൈസ പോകത്തില്ലെന്നല്ല, ആദ്യം ഉറപ്പായിട്ട് ആൾക്കാരുടെയൊക്കെ പൈസ പോകും. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നത്. അല്ലാണ്ട് ഈ ഡെമോ അക്കൗണ്ട് വെച്ചിട്ട് ചുമ്മാ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. റിയൽ മണി വെച്ച് കളിച്ചാൽ ഇമോഷൻസ് കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ നിന്ന് ആദ്യം പൈസയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ടൂളിനെ പഠിച്ചതിന് ശേഷം ഉണ്ടല്ലോ സംഭവം വിഷയമാണ്. വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ ഒരു ഐറ്റം അല്ല ഈ ട്രേഡിങ് എന്ന് പറയുന്ന സംഭവം കേട്ടോ. നമ്പർ 1 എന്ന് പറയാം, ഈ ട്രേഡിങ് മാസ്റ്റർ ചെയ്യാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അവൻ്റെ അത്ര ഈ ലോകത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും പറയാം മാസ്റ്റർ ചെയ്യാൻ പറ്റണം. പക്ഷെ അത് ഭയങ്കര പാടാണ്. എത്ര വലിയ ട്രേഡേഴ്സ് ആണെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷെ ഇതിൽ നമ്മളൊരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാലേ എൻ്റെ ആളിയ വിഷയമാണ്, നമുക്ക് ഇത് പിടിച്ചാൽ കിട്ടത്തില്ല കൈസ്. അങ്ങനെ ഒരു സംഭവം. അപ്പം ഞാൻ ഈ ട്രേഡിങ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഒരു 6-7-8 മാസം ഞാൻ എൻ്റെ യൂട്യൂബിൽ നിന്ന് ഞാൻ മാറിയുന്നത്. അപ്പം അത് വെറുത്താണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഗൈസ് അത് വെറുത്താണെന്ന് പറഞ്ഞാൽ വെറുത്താണ് ഗൈസ്. അപ്പം ഇത്ര നാൾ ഞാൻ വീഡിയോ ഇടാഞ്ഞുകൊണ്ട് അതുകൊണ്ട് ദാറ്റ് ഈസ് ഇത്ര നാളും വീഡിയോ ഇടാൻ കാരണമൊക്കെ ഇതുകൊണ്ട് ഞാനൊരു സൈഡിൽ എനിക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അത് ചെറിയ ഇൻകം അല്ല, അത്യാവശ്യം നല്ല രീതിക്ക് ജനറേറ്റ് ഒക്കെ ചെയ്യണം. അപ്പം അതുകൊണ്ട് ഞാനൊരു സാധനത്തിലോട്ട് ഞാൻ ഇൻവോൾവ് ആയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല ഇതായിട്ട് ഇടുന്നത്. പിന്നെ ഫ്രാങ്ക്ലി എനിക്ക് വീഡിയോക്ക് വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം യൂട്യൂബിൻ്റെ പാഷനാണ്. എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. അല്ലാണ്ട് എനിക്ക് അതിൽ നിന്ന് ഭയങ്കര പൈസ കിട്ടണമെന്നൊന്നും എനിക്ക് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. പക്ഷേ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തില്ല കേട്ടോ ഇനി ഇത്രയും പൈസയൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുമെന്ന്. അപ്പോൾ യൂട്യൂബ് അടിപൊളി സംഭവമാണ്. ഇപ്പോഴും സമയമുണ്ട്. കുറേ ആൾക്കാർ അയ്യോ യൂട്യൂബിൻ്റെ ടൈം കഴിഞ്ഞ് ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കണവരൊക്കെ മൂഞ്ചിരിക്കത്തുള്ളൂ. ഇപ്പോഴും സമയമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം. നിങ്ങളുടെ ലൈഫ് എപ്പോഴാണ് ചേഞ്ച് ആണെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ലൈഫ്, ഇറ്റ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. ഈവൻ ഗൈസ് നമ്മുടെ നറൂട്ടോ ഉണ്ടല്ലോ, നമ്മുടെ ചെറുക്കൻ തന്നെ ട്രേഡിങ്ങിൽ എനിക്ക് കിട്ടിയ ഒന്നുമല്ല. ഒരു ദിവസം എനിക്ക് 1,00,000 രൂപ എനിക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ പിറ്റേന്ന് പോയി എടുത്ത മുതലാണ് ദേ നമ്മുടെ നറൂട്ടോ ബോയ്. അന്നും പറഞ്ഞ് ഇവന് 1,00,000 രൂപ ഒന്നും ഇല്ല, എന്നാലും ചെറുക്കൻ വിഷയമല്ലേ. നിന്നെക്കുറിച്ച് ഞാൻ പൂഴ്ത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ കടിക്കുന്നതാ. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണണം കേട്ടോ. വേറെ ഒന്നുമില്ല, ഞാൻ എൻ്റെ ട്രേഡിങ്ങിലോട്ട് വേണ്ടിയിട്ട് ഒരു 1,00,000 രൂപ നമ്മുടെ സ്വത്തിൻ്റെ ഇന്ന് കടം വാങ്ങിയായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ ഇരുന്ന കുറേ പൈസയൊക്കെ ഞാൻ കുറേ കാര്യത്തിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വേറെ ബിസിനസ്സിലോട്ടൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ മാസം കുറച്ച് ടൈറ്റൊക്കെ ആയതുകൊണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ലും കാര്യങ്ങളൊക്കെ അടക്കണമായിരുന്നു. ഫെഡറൽ ബാങ്കിൻ്റെ അതിന് ഒരു 1,00,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു 1,00,000 രൂപ വേണമായിരുന്നു. അപ്പം ഞാൻ അത് വാങ്ങിച്ചു. പക്ഷേ 1,00,000 രൂപക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടച്ചില്ല. അതിന് വരെ ഞാൻ എടുത്ത് 1,00,000 രൂപ ട്രേഡിങ് കിട്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഈ 1,00,000 രൂപ വെച്ചിട്ട് എത്ര ദിവസം കൊണ്ട് നമുക്ക് 1,00,000 രൂപ ഉണ്ടാക്കി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കാന്ന്. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി അങ്ങോട്ട് വീഡിയോ ശ്രദ്ധിച്ചു കണ്ടു. ഇനിയാണ് ഞാൻ അങ്ങോട്ട് ട്രേഡിങ്ങിന്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത്രയും മാസം ഞാൻ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട് എനിക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ്. ദാറ്റ് ഈസ് വേറെ ഒന്നുമല്ല, എനിക്ക് കുറേ നോളജും അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ എൻ്റെ ടൂളിനെ ആ മൊത്തത്തിൽ ഒന്ന് സ്റ്റഡി വെച്ചിട്ട് എങ്ങനെ ഇത് ഒരു പ്രഡിക്ഷൻ പവർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതെങ്ങനെ പോകുന്നു ആ സംഭവം എനിക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പവർ ഞാൻ കാണിച്ചു തരാം. ദാറ്റ് ഈസ് 1,00,000 രൂപ ഇട്ടിട്ട് എത്ര ദിവസം കൊണ്ട് ഞാൻ 1,00,000 രൂപ ഉണ്ടാക്കി എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. $1,000 ഞാൻ ഇട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഏകദേശം ഒരു 1,00,000 രൂപ പറ്റേ. എന്നിട്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ $202. ദാറ്റ് ഈസ് 18,706 രൂപയാണ് ഫസ്റ്റ് ഡേ തന്നെ റിട്ടേൺസ് കിട്ടിയത്. ഡേ 2 ആയപ്പോൾ രാവിലെ തന്നെ കുറച്ച് ലോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇന്നത്തെ ദിവസം പോയത്. പക്ഷെ ഗൈസ് ഭാഗ്യം കൊണ്ട് എന്തായാലും വൈകുന്നേരം ആയപ്പോൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് നമ്മൾ എന്തായാലും ക്ലോസ് ചെയ്തത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $352.84. അതും ഡേ 2-ല് ഈസിയല്ലേ.
തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി 2-ാം തീയതിയിലെ റിസൾട്ട് നിങ്ങൾ കണ്ടായിരുന്നില്ല. 3-ാം തീയതി പക്ഷേ നമ്മൾ ചെയ്തില്ല. കാരണം വേറെ ഒന്നുമല്ല, ദുഃഖവെള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എല്ലാം ക്ലോസ് ആയിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ചെയ്തില്ല, ശനിയാഴ്ച ചെയ്തില്ല, ഞായറാഴ്ച ചെയ്തില്ല. കാരണം ഇത്ര ദിവസങ്ങൾ മാർക്കറ്റ് ക്ലോസ് ആയിരുന്നു. അത് കഴിഞ്ഞ് 3-ാമത്തെ ട്രെയിനിങ് ഡേ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഇരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ വാഴ മൂവിയൊക്കെ പോയി കണ്ടായിരുന്നു. അടിപൊളി പടം ഗൈസ്. നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോ. പക്ഷെ കരയാൻ റെഡി ആയിട്ടിരുന്നു. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലി നമ്മൾ കണക്ട് ആവുന്നു. എനിക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആയി. എന്റെ കണ്ണിന്നൊക്കെ വെള്ളം വരുമായിരുന്നു. ഭയങ്കര അടിപൊളി പടം, സൂപ്പർ ആക്ടിങ്, ഒരു രക്ഷയില്ല. എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറി ലൈൻ ആണെങ്കിൽ നമ്മളെല്ലാവരെയും ഡീപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഗൈസ്. എല്ലാവരുടെയും എനിക്ക് കൊണ്ട് ബോയ്സിന് ഇതിലൂടെ കണക്ട് ആവുമെന്ന് തോന്നുന്നത്. എന്തായാലും പടം അടിപൊളിയായിരുന്നു. അങ്ങനെ ഗൈസ് ഡേ 3 നമുക്ക് അടിപൊളിയായിരുന്നു. കാരണം $300 ഗൈസ് ഡേ 3 നമുക്ക് കിട്ടിയത്. എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി 27,781 രൂപ. ഭാഗ്യം എന്റെ കോൺഫിഡൻസ് എന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ 3 ദിവസം കൊണ്ട് തന്നെ നമ്മൾ 79,161 രൂപയാണ് ഉണ്ടാക്കിയത്. അത് പ്രോഫിറ്റ് മാത്രം കേട്ടോ. ആ 1 ലക്ഷം രൂപ അവിടെ കിടപ്പുണ്ട് താനും. ഡേ 4 എന്ന് പറഞ്ഞാൽ അടിപൊളി ദിവസമായിരുന്നു ഗൈസ്. എന്റെ കൂട്ടുകാരൻ ഒരു കൊച്ചി എനിച്ചായിരുന്നു. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ കൂട്ടുകാരന്റെ കൊച്ചിനെ കാണാനൊക്കെ പോയി. ആൻഡ് ഗസ് വാട്ട്, അന്നത്തെ ദിവസം എന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാമോ? $608. അങ്ങനെ ഗൈസ് ഡേ 4 ആയപ്പോ കിട്ടിയ പ്രോഫിറ്റ് കണ്ടില്ലേ? $603 എന്ന് പറയുമ്പോ ഇന്ത്യൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോ 56,303 ഇന്ത്യൻ റുപ്പീസ് ആണ്. അപ്പൊ ഗൈസ് നമ്മൾ സ്വത്തിന്റെ 1 ലക്ഷം രൂപ എടുത്ത് ട്രേഡിംഗിൽ ഇട്ടിട്ട് വെറും 4 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ നമ്മുടെ പ്രോഫിറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,35,464. ഇതൊരു ചെറിയ കാര്യമാണോ അല്ലേ ഗൈസ്? നിങ്ങൾ തന്നെ പറ. എനിക്കത് ഭയങ്കര സന്തോഷം കൊണ്ട് വേലത്തെ. നമ്മളെപ്പോഴും ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ വെർത്തായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്ത ടൈം പാഴായില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതുപോലത്തെ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ അല്ലെന്ന് കിട്ടുന്നത്. അപ്പൊ ഇത് ഗൈസ് ഇത് എനിക്ക് എൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമല്ല കേട്ടോ. എനിക്കൊരു ടൂൾ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ആ ടൂള് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്തില്ലെങ്കിലും അതൊന്നും നല്ലപോലെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി മാത്രം ഒരു 4-5 മാസം ഞാൻ കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? അപ്പൊ ഈ ഒരു പ്രോഫിറ്റ് കണ്ട് നിങ്ങൾ ഞെട്ടിയെങ്കിൽ ഇന്നത്തെ പ്രോഫിറ്റ് ആയിരുന്നു ഗൈസ് നിങ്ങൾ കാണേണ്ടത്. ശരിക്കും ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ. അടിപൊളി ഡേ ആയിരുന്നു എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. ഉച്ചയാകുമ്പോൾ തന്നെ ഒരു കൂട്ടുകാരൻ്റെ ഞങ്ങളുടെ കൊച്ചിന്റെ മാമോസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി നല്ല ബിരിയാണിയൊക്കെ അടിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ ഞാനും അമ്മയും സ്വത്തും നമ്മുടെ ചിൽഡ്രൻ എല്ലാവരും കൂടെ ഒന്ന് ആലപ്പി ബീച്ചിൽ പോയി അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫൺ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി എന്നിട്ട് വീട്ടിൽ വന്നേച്ച് ഒരു റൈഡ് എടുത്തു. എൻ്റെ മോനെ അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത റൈഡായിരുന്നു ഗൈസ്. നിങ്ങൾ കണ്ടോ? അപ്പൊ ഗൈസ് നമ്മൾ ഡേ 5 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫക്കിംഗ് $950 എന്ന് പറയുമ്പോ ഗൈസ് ഡു ദ മാത്ത് 87,974 രൂപയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ്. അത്ര രൂപയാണ് ഗൈസ് ഇന്നത്തെ ഒറ്റ ദിവസത്തെ ട്രെയിനിൽ എനിക്ക് കിട്ടിയത്. That's really cool, right? എന്റെ മോനെ ഗൈസ് ഇതാണ് നമ്മുടെ ട്രേഡിങ്ങിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഗൈസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ 5 ദിവസം കൊണ്ട് നമ്മൾ 1 ലക്ഷം രൂപ ക്യാപിറ്റലിൽ വെച്ചിട്ട് 5 ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2,23,438 രൂപ. Now that is something, right? എങ്ങനെയുണ്ട്? ഇതാണ് ഗൈസ് ഞാൻ പറയുന്നത്. വിഷയല്ലേ? ട്രേഡിങ്ങിന്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ സൈക്കോളജിയാണ് ഗൈസ്. അപ്പൊ നമ്മുടെ മൈൻഡ് അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കൈവിട്ടു. അപ്പൊ നമ്മൾ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഗൈസ് ഞാൻ എല്ലാ ദിവസവും എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ $1,000 വേസ്റ്റ് ക്യാപിറ്റലായിട്ട് ഇപ്പൊ ഈ ചാലഞ്ച് ചെയ്തപ്പോൾ വെച്ചിരുന്നു. $1,000 മുകളിലോട്ട് എത്ര പ്രോഫിറ്റ് വരുന്നോ അന്ന് തന്നെ ഞാൻ അത് വിഡ്രോ ചെയ്യും. കാരണം അത് വെച്ചിട്ടിരുന്നത് ശരിയാതില്ലെന്ന്. കാരണം അപ്പൊ നമ്മൾ ഓർക്കും ഇതിലൂടെ ക്യാപിറ്റൽ ഉണ്ട്, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇതിലൂടെ റിസ്ക് എടുക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് ഒക്കെ നമുക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1000 ബേസ് ആയിട്ട് വെച്ചിട്ട് അതിന്റെ മുകളിലുള്ള പ്രോഫിറ്റ് എന്താണ് അപ്പൊ തന്നെ നമ്മൾ വിഡ്രോ ചെയ്ത് എടുക്കും. പിന്നെ കുറെ ആൾക്കാരൊന്നും വിശ്വസിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ ഇട്ടിട്ട് ഇത്ര രൂപയിൽ ഉണ്ടാക്കുമെന്ന്. ട്രേഡിങ് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ദാറ്റ് ഈസ് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ദിവസം 10,000 രൂപ 20,000 രൂപ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും.
എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സീനേ അല്ല. ഓക്കെ, അത് നല്ലൊരു പ്രോപ്പർ ട്രെയിനിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പറ്റും. അല്ലാണ്ട് നമ്മൾ ഈ ചെറിയ ഇപ്പോൾ ഒരു 10,000 രൂപ ഇട്ടിട്ട് അതിൽ നിന്ന് 1,00,000 രൂപ ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് സീൻ. കുറച്ച് ഒരു 1,00,000 രൂപ ഇട്ടിട്ട് ദിവസം 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഒക്കെ പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഒരു 5-6 ദിവസം ട്രേഡ് ചെയ്യുന്നതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ ഞാൻ എൻ്റെ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എൻ്റെ പ്രോഫിറ്റും അതുപോലെ തന്നെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ് എൻ്റെ പോലെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ എൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ താഴ്ത്ത് കൊടുത്തേക്കാം കേട്ടോ. ട്രേഡിംഗ് ചാനലിൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ട്രേഡിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളൊന്നുമല്ല. പക്ഷേ എനിക്ക് ഈ ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ എൻ്റെ മെൻറ്ററുമായ നമ്മുടെ ശ്രീത് ബ്രോ ഉണ്ട്. പുള്ളിക്കാരൻ പോലീസുകാരെന്ന് ഞാൻ പറഞ്ഞില്ല ആ തുടക്കത്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്ത ഒരു ടൂൾ വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ സത്യം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് തോന്നുന്നത് കുറേ ഇവിടെ കുറേ ട്രേഡേഴ്സൊക്കെ ഉണ്ടല്ലോ ഈ കോഴ്സുകളും അതും ഇതൊക്കെ പഠിപ്പിക്കുന്നത്. അവർക്കൊന്നും നമ്മൾ പ്രോഫിറ്റ് ചെയ്യുന്ന കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊന്നും ദഹിക്കത്തില്ല. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ പ്രൂഫ് വെച്ചിട്ടാണ് സംസാരിക്കണം, നമ്മുടെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് സംസാരിക്കണം. അപ്പം എന്തായാലും ഗൈസ് എനിക്ക് അടിപൊളിയായിട്ട് ട്രേഡിങ് പോകുന്നുണ്ട്. ഓൾ താങ്ക്സ് ടു ദിസ് ടൂൾ. അപ്പോൾ ഗൈസ് എന്നെപ്പോലെ നിങ്ങൾക്കും ട്രേഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഗൈസ് ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല. കാരണം ഇപ്പോൾ ചിലപ്പോൾ ജോലി ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ഒട്ടും ടൈമില്ലായിരിക്കും ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൂൾ വാങ്ങി ചെയ്യാനൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൊരു സംഭവം ഇറക്കിയിട്ടുണ്ട്. അൽഗോ ട്രേഡിങ് ഇത് റിസൾട്ട് വന്നേ ഉള്ളൂ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെന്ന് ഓർത്തോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് നിങ്ങൾ പൈസ ഇട്ടിട്ട് നമ്മുടെ ട്രേഡിങ് അൽഗോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി അത് തന്നെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്, അത് സെറ്റാക്കി തരും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉറങ്ങുമ്പോൾ നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് സംഭവം. ഇതാണ് ഗൈസ് ട്രേഡിങ്ങിന്റെ ഒരു സംഭവം. ഞാൻ മാനുവലി ട്രേഡ് എടുത്താണ് നിങ്ങൾ കണ്ടത്. ഈ അൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വിഷയം, എന്നെക്കാളും പൊളിയായിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം അതിന് ഫീലിങ്സും കാര്യങ്ങളൊന്നുമില്ല. അത് കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ 5 ദിവസം 5 പ്രോഫിറ്റാണ് നിങ്ങൾ കണ്ടത്. എല്ലാ ദിവസവും അങ്ങനെ ആണോന്നൊന്നുമില്ല കേട്ടോ. ഇത് എൻ്റെ എന്തോ വിന്നിങ് സ്ട്രീക്ക് ചെയ്യാൻ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കറിയത്തില്ല 5 ദിവസം എനിക്ക് നല്ല പ്രോഫിറ്റ്. അതുപോലെ പിന്നെ ഞാൻ ടൂള് കറക്റ്റായിട്ട് പ്രോപ്പർലി യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് 5 ദിവസം പ്രോഫിറ്റ് അടിച്ച. എന്നാൽ ലോസ് വരുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ചിലപ്പോൾ ലോസൊക്കെ ഞാൻ അതൊക്കെ എടുത്തിടും. അപ്പോൾ നിങ്ങൾ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ഫോളോ ചെയ്തേക്ക്. ഇപ്പോൾ ഈ 5 ദിവസം എന്തായാലും ഈ ചലഞ്ച് ചെയ്തുകൊണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഭാഗ്യത്തിന് എന്തായാലും 5 ദിവസം അടിപൊളി പ്രോഫിറ്റ് ആയിരുന്നു കേട്ടോ. എന്നാൽ നല്ല ലോസ് വരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടെന്ന്. ദിസ് ഈസ് പാർട്ട് ഓഫ് ദി ഗെയിം. അതൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്കും എന്നെപ്പോലെ ഇതേപോലെ ട്രേഡിങ്ങിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴ്ത്ത് കൊടുത്തേക്കാം. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ചെറിയൊരു ടേണിംഗ് പോയിന്റ് പോലെ വന്നിരിക്കുകയാണ് ട്രേഡിങ് എൻ്റെ ലൈഫിൽ. അപ്പം എന്നെപ്പോലത്തെ ട്രേഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരുത്തന് ഈ ട്രേഡിങ്ങിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അതുകൊണ്ടാണ് വേണ്ടവർ മാത്രം വന്നേച്ചാൽ മതി. എന്നാൽ ആരെ നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇതങ്ങനെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. എൻ്റെ ലൈഫിൽ വർക്കൗട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ആഗ്രഹമുള്ളവരൊക്കെ ചെയ്. കാരണം എൻ്റെ ചേട്ടൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഗേൾ ഫ്രണ്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ കൂട്ടുകാർ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് കസിൻസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ആൽഗോ ട്രേഡിംഗ് ആണ് മെയിനായിട്ടും ചെയ്യുന്നത്. കാരണം അവർക്ക് കുറേ ആൾക്കാർക്കൊന്നും സമയമില്ല. അപ്പം അവരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് അത് നമുക്ക് വേണ്ടിയിട്ട് ടൂള് തന്നെ ട്രേഡ് ചെയ്ത് എടുക്കും. അതും അങ്ങനത്തെ സംഭവം കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ അല്ലാണ്ട് നമ്മൾ ടൂൾ വാങ്ങി അത് മാനുവലിയും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പം സമയമുള്ളവർ ട്രേഡിങ് ടൂൾ വാങ്ങിയിട്ട് ട്രേഡ് ചെയ്ത് ചെയ്യാൻ തന്നെ മാനുവലി ചെയ്യാൻ നോക്കും. ഒട്ടും സമയമില്ലാത്തവർ വേണമെങ്കിൽ ആൽഗോ ട്രേഡിങ്ങും ചെയ്ത് തന്നെ പൈസ ഉണ്ടാക്കാൻ നോക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു സജഷൻ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ട്രേഡിങ് യൂസ് ചെയ്യണ ടൂളിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വെബ്സൈറ്റിനകത്ത് ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. ഈ ടൂളിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എത്ര രൂപയൊക്കെയാണ് ഈ ടൂളിന്, അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രാറ്റജീസ് എത്രണ്ണം ഉണ്ട്, എന്തിലൊക്കെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ഇൻ്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റും. എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. ടു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ബോയ്സ് ആൻഡ് ഗേൾസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് ഇത്ര ഫൈനലി പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും എവിടുന്നേലുമൊക്കെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് ഡേ ബൈ ഡേ ബെറ്ററായി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ മൂഞ്ചസ്തിയായി ലൈഫ് ഇരിക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ സ്വത്തിൻ്റെ ഞാൻ 1,00,000 രൂപ വാങ്ങിയപ്പോൾ അവൾക്കൊരു പ്രോമിസ് കൊടുത്തായിരുന്നു. ദാറ്റ് ഈസ് 75 പ്യുവർ 75 അല്ലെങ്കിലും
കുറച്ച് റൂൾസൊക്കെ കുറഞ്ഞിട്ടുള്ള 75 ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി എല്ലാ ദിവസവും വെറുപ്പിച്ചാണെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ചിലപ്പോൾ ഷോർട്സ് ആയിരിക്കും, ചിലപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കും, 2-3 മിനിറ്റിൻ്റെ, ചിലപ്പോൾ വ്ളോഗ് ആയിരിക്കും. എന്താണെങ്കിലും എല്ലാ ദിവസവും വരുന്നതാണ്. അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും വെറുപ്പിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുവച്ചാൽ മതി. എനിക്ക് ഇഷ്ടമാണെന്ന വീഡിയോ ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ ലൈഫിൽ നല്ല നടന്നാലും ചീത്ത നടന്നാലും പ്രോഫിറ്റ് കിട്ടിയാലും ഇല്ലേലും എന്ത് വന്നാലും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൂം.